إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ദീനിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും ആ നിലയ്ക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. 1447 ഹിജ്റ വർഷം പൂർത്തിയാക്കി ഹിജ്റ 1448 നാം കടക്കുകയാണ്. ഒരു വർഷം എന്ന് പറയുന്നത് അല്പം ദീർഘമായ ഒരു കാലയളവാണെങ്കിലും നമുക്കത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നാറുള്ളത്. ഓരോ വർഷം കഴിയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച അവധിയിലേക്ക് നാം ഓരോരുത്തരും ഒന്നുകൂടി അടുക്കുകയാണ് എന്ന ബോധമുണ്ടാവണം. ഒരുപക്ഷെ ഒരു ഹിജ്റ വർഷം പിന്നിടുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ മറക്കാനാവാത്ത പല കാര്യങ്ങളും പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടുകളും ഒക്കെയുണ്ടാകും. അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മരണം അതിന്റെ വഴിക്ക് വന്നുകൊണ്ടിരിക്കും. കുവൈറ്റിൽ ദീർഘകാലം ഉണ്ടായിരുന്ന പ്രബോധന പ്രവർത്തന മേഖലകളിലെല്ലാം സജീവമായി ഉണ്ടായിരുന്ന കോഴിക്കോട് കാപ്പാട് ഉള്ള മുഹമ്മദ് കോയ എന്ന സഹോദരന്റെ മരണവാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അദ്ദേഹത്തെ അറിയുന്നവരെല്ലാം പറയുന്നത് ദീനി ദഅവ മേഖലയിൽ ചെയ്യാനാവുന്ന അത്ര അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാൻസർ എന്ന അസുഖം അവിചാരിതമായി വരികയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്തു. അതേപോലെ ഇന്നലെയോ മിനിഞ്ഞാന്നോ
ഉണ്ടായ ഒരു മരണം ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചെറിയ മക്കൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന, നിരതമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഹാഷിം സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തലവേദന വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. മരണം പെട്ടെന്നായിരുന്നു. പലരും ആ കുട്ടിയെപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ ക്ലാസുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നത് ആ കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിനു വേണ്ടി ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ഒരു മടക്കം ഏറ്റവും അനുഗ്രഹീതമായ ഒരു മടക്കമാണ്. കണ്ണും മനസ്സും നിറഞ്ഞ് ഒരുപാട് ആളുകൾ, തൗഹീദുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്. അവരുടെ മയ്യിത്ത് നമസ്കാരങ്ങളെപ്പറ്റി ഹദീസുകളിൽ പ്രത്യേകം പരാമർശം വന്നതാണ്. അങ്ങനെയുള്ള ദീനിൽ സജീവമായി നിലകൊള്ളുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കർമ്മനിരതമായ ഒരു ജീവിതത്തിനിടയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീക്ക് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്ന് മരണപ്പെട്ട ഈ രണ്ട് സഹോദരങ്ങൾക്കും അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ നമുക്കും അവർക്കുമെല്ലാം ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിൽ നമുക്ക് ചുറ്റും ഒരുപാട് സുഖങ്ങളും ആസ്വാദനങ്ങളും എങ്ങനെ ഉണ്ടാകും. ആ സുഖങ്ങളിലും ആസ്വാദനങ്ങളിലും കഴിഞ്ഞുകൂടാനാണ് നമുക്കിഷ്ടവും. പക്ഷെ അതിനിടയിൽ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ഈ ദുനിയാവിലെ നാം ആഗ്രഹിക്കുന്ന സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെപ്പറ്റിയുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഓരോ പുതുവർഷവും എന്ന് പറയുന്നത് നമുക്ക് ആത്മവിചാരണയുടെ വേളകളാവണം, ആഘോഷങ്ങളുടേതല്ല, വിഭവ സമാഹരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാവണം. ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കം നടത്തിയത് എന്ന് നിങ്ങളൊന്നാലോചിക്കണം. സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. ഖുർആൻ പറയുക, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യുന്നാസി ഖൈർ, ഏറ്റവും ഖൈറുള്ള, ഖൈർ ലഭിച്ച മനുഷ്യനാരാണ്? ഖാല വമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, അവൻ അല്ലാഹു ഈ ദുനിയാവിൽ കുറച്ച് കാലം കൂടുതൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി. ആ സമയം അവൻ എന്തു ചെയ്തു? വഹസുന അമലുഹു, അവന്റെ അമലുകൾ അവൻ മനോഹരമാക്കി തീർത്തു, നന്നാക്കി തീർത്തു. ഖാല, ആ ആഗതന്റെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, ഫഅയ്യുന്നാസി ശർ, നബിയെ, ഏറ്റവും മോശക്കാരനായ ഷർറുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഖാല വമൻ മൻ ത്വാല ഉംറുഹു, റസൂലുള്ള പറയാൻ, അവനും അല്ലാഹു ഒരുപാട് ജീവിക്കാനുള്ള ഒരു അനുമതി കൊടുത്തു, ദീർഘായുസ് കൊടുത്തു. പക്ഷെ വസാ അമലുഹു, കർമ്മം കൊണ്ട് അവൻ മോശമാക്കി, തിന്മകളാണ് ചെയ്തു കൂട്ടിയത്. ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസുള്ളതാണ്. നമുക്ക് ലഭിച്ച ആയുസ്സിനെ പറ്റി സ്വയം ഒരു തിരിഞ്ഞുനോട്ടം നമ്മൾ നടത്തണം. ഓരോ പുതിയ വർഷം കടന്നു വരുമ്പോഴും അതാണ് വേണ്ടത്. പ്രവാചകനോട് ചോദിക്കപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നോക്കുക. സ്വഹാബത്തിന്റെ ചോദ്യമാണ്. അൻ ഇബ്നു ഉമറ അന്നഹു ഖാല കുന്തു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള പറയാണ്, ഞങ്ങൾ നബിയുടെ അടുത്തിരിക്കുമ്പോ അവിടേക്ക് ഒരു മനുഷ്യൻ വരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ആളാണ്.
ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മേൽ അദ്ദേഹം സലാം പറഞ്ഞു. സുമ്മക്കാല, എന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിശ്വാസി ആരാണ്? റസൂലുള്ളാഹിന്റെ മറുപടി, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവ മഹിമയുള്ള ആളാണ്. ഖാല ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, ഏറ്റവും ബുദ്ധിയുള്ള ബുദ്ധിമാനായ വിശ്വാസികൾ ആരാകുന്നു നബിയെ? ഖാല, നബിയുടെ മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെപ്പറ്റി ഏറ്റവും അധികം ചിന്തിക്കുന്നവരാണ്. വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ഉലൈകൽ അഖിയാസ്, മരണശേഷം തനിക്കൊരു ജീവിതമുണ്ട് എന്ന് ഗൗരവത്തോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലോകത്തിനു വേണ്ടി ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങേണ്ട ചില പ്രവാചക വചനങ്ങളാണ്. ഒരു പുതിയ വർഷം പിറക്കുമ്പോ നമുക്കറിയാം, ഒരു പുതിയ മാസവും പിറക്കുകയാണ്. ഹിജറ വർഷം നമ്മൾ എണ്ണുമ്പോ അതിലാദ്യമായി നമ്മൾ എണ്ണുന്നത് മുഹറമാണ്, പവിത്രമായത് എന്ന നാമകരണം ചെയ്യപ്പെട്ട ആ മാസത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു. പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നായി ആ മാസത്തെ എണ്ണുകയും ചെയ്തു. ഒരു പുതുവർഷം വരുമ്പോ 2026 കഴിഞ്ഞ് 27ലേക്ക് വരുമ്പോ നമുക്കറിയാം, നവവത്സര ആഘോഷമാണ്. ആളുകൾ കുടിച്ചും അതേപോലെ തന്നെ വെടിമരുന്ന് പ്രയോഗം, കരിമരുന്ന് പ്രയോഗം നടത്തിയും ഉല്ലസിച്ചും ഗാനമേളകൾ നടത്തിയും ബീച്ചുകളിൽ ഒത്തുകൂടിയും ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഹിജറ വർഷമാവട്ടെ ക്രിസ്തു വർഷമാവട്ടെ, അവിടെ എവിടെയും ഒരു ആഘോഷമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങത് മതം പഠിപ്പിച്ച രീതിയുമല്ല, മറിച്ച് കർമ്മം കൊണ്ടും മാറ്റങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ വർഷവും എന്നുള്ളതാണ്. ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ, ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ, പുതിയത് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 44-ാം വചനം, യുകല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. യുകല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അൽബാബ് ലിഉലിൽ അബ്സ്വാർ, ബസറുള്ള, ഉൾക്കണ്ണുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഈ രാപ്പകലുകൾ മാറി വരുന്നതിലും പുതിയ വർഷങ്ങൾ പിറക്കുന്നതിലുമെല്ലാം ഗുണപാഠങ്ങളുണ്ട് എന്നാണ് മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഉലമാക്കളും പറഞ്ഞത്. എന്താണ് ആ ഗുണപാഠം എന്ന് പറയുന്നത്? ഒന്ന്, അശ്രദ്ധയെ ഓർമ്മപ്പെടുത്താനാണ്. ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷം പിറക്കുമ്പോ ഒന്നുകൂടി നീ അടുക്കുകയാണ് എന്ന ഒരു ചിന്ത, ഒരു ശ്രദ്ധ അവനിലേക്ക് കൊണ്ടുവരാനാണ്. മറ്റൊന്ന്, ആയുസ് കുറയുന്നു എന്ന ബോധം അവനുണ്ടാക്കാനാണ്. അതേപോലെ തന്നെ രാപ്പകലുകളെ മാറ്റിമറിക്കുന്നതിലും, അതേപോലെ തന്നെ സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചതും അതിന്റെ കറക്കവും അതിന്റെ ചലനവും, ഇതിലെല്ലാം അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്തയിലേക്ക് ശാസ്ത്രീയമായി മനുഷ്യനെ നയിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഒക്കെ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാം. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയത്, എത്ര പെട്ടെന്നാണ് 10 വർഷമായി ഞാൻ കുവൈറ്റിലെത്തിയിട്ട്, 15ആയി 20ആയി, എത്ര പെട്ടെന്നാണ് ആ വർഷങ്ങൾ കടന്നുപോയത് എന്ന് നമ്മൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോ അതിന്റെ ലാഹിറായ അടയാളങ്ങളിൽ ഒന്നാണത്. ഒരു വർഷം ഒരു മാസം പോലെയും, ഒരു മാസം ഒരാഴ്ച പോലെയും, ഒരാഴ്ച ഒരു ദിവസം പോലെയും, ഒരു ദിവസം ഒരു മിന്നൽ പിണർ കണക്കെയും പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. ഖിയാമത്ത് നാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സമയത്തിൽ ബർക്കത്ത് ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടാകുന്ന, അത് ലഭിക്കണമെങ്കിൽ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പോകുന്നവർക്ക് ആ ബർക്കത്ത് അവിടെ ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ
നമ്മുടെ ആയുസ്സിനെ പറ്റി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഒന്നുകൂടി എന്ന ചിന്തകളും ഉറപ്പെടുത്തലുകളുമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ ഒരു ബോധത്തോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നുണ്ട്, അന്നാസു മുൻദു ഖുലിഖു യസാലു മുസാഫിരീൻ. നമ്മളൊക്കെ അള്ളാഹ് സൃഷ്ടിച്ച അന്ന് മുതലൊക്കെ നമ്മൾ മുസാഫിറുകളാണ്, നമ്മൾ യാത്രക്കാരാണ്. വലൈസ ലഹും ഹല്ലു റിഹാലിഹിം ഇല്ലാ ഫിൽ ജന്നതി ഔ ഫിന്നാർ. ആ യാത്രക്കൊടുവിൽ നമുക്ക് കിട്ടുന്നത് ഒരുപക്ഷെ നരകത്തിന്റെ വിഹിതമാകാം. ആ യാത്രക്കൊടുവിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നത് സ്വർഗത്തിന്റെ വിഹിതമാകാം. വൽ ആഖിലു യഅലമു. പക്ഷേ നല്ല വിവരമുള്ള ബുദ്ധിയുള്ള ഒരുവൻ തിരിച്ചറിയും, അന്ന സഫറ മബ്നിയുൻ അലൽ മശഖ്ഖതി വറുകൂബുൽ അഖ്താരി. ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതിന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, അതിന് പ്രയാസങ്ങളുണ്ട്, അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. ആ യാത്രക്കിടയിൽ അപകടങ്ങൾ പോലും പലതും കടന്നു വരാം. വമിനൽ മുഹാലി ആദതൻ അൻ യുത്ലബ ഫീഹി നഈമുൻ വലദ്ദത്തുൻ വറാഹത്തുൻ. ഒരു യാത്രക്കിടയിൽ എനിക്കെല്ലാ സുഖങ്ങളും കിട്ടണം, എനിക്കെല്ലാ ആനന്ദവും കിട്ടണം, എനിക്കെല്ലാ സുഖവും അത്തരത്തിലുള്ള എല്ലാം കിട്ടണം എന്നൊരു യാത്രക്കാരൻ, വിവരമുള്ള ഒരു യാത്രക്കാരൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അതൊരു യാത്രയുടെ പ്രത്യേകതയാണ്. പല പരിമിതികളും അതിലുണ്ടാകും എന്നുള്ളത്. എന്നിട്ടോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നമാ ദാലിക ബഅദ ഇന്തിഹാഇ സഫർ. തീർച്ചയായും ആ യാത്ര കഴിഞ്ഞാണ് വിവരമുള്ള ഒരാൾ റാഹത്ത് ആഗ്രഹിക്കുക, സുഖം ആഗ്രഹിക്കുക, ഒരു റെസ്റ്റ് ആഗ്രഹിക്കുക. അതുപോലെ ഈ ദുനിയാവിൽ നമ്മളെ അള്ളാഹു പടച്ചതു മുതൽ ഒരു യാത്രയിൽ ഇങ്ങനെ നമ്മൾ പോവാണ്. അതിനിടയിൽ കാര്യമായ സുഖങ്ങളിലേക്കും സുഖലോലുപതയിലേക്കും പോവുകയില്ല. ബുദ്ധിമാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. അവന് റാഹത്ത് കിട്ടുന്നത് എപ്പോഴാ? ആ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ്. ഇത്ര ചിന്തനീയമായ വാക്കുകളാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദുന്യ സലാസത്തു അയ്യാം. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വെറും 3 ദിവസം മാത്രമാണ്. അമ്മൽ അംസ്, ഇന്നലെ എന്ന് നമ്മൾ എണ്ണുന്നത്, ഫഖദ് ദഹബ ബിമാ ഫീഹി, അത് കഴിഞ്ഞു. വ അമ്മാ ഗദൻ ഫലഅല്ലക ലാ തുദ്രികുഹു, നാളെ എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണുന്നുണ്ടല്ലോ, അത് കിട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. വ അമ്മൽ യൗം, ഇന്ന് എന്നതിപ്പോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫലക, അത് നിനക്കുള്ളതാണ്. ഫഅമൽ ഫീഹി, അതുകൊണ്ട് നീ അധ്വാനിക്ക്, നീ അമല് ചെയ്യ് എന്ന ചിന്തനീയമായ വാക്കുകൾ. ഇതൊക്കെ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് മുതൽക്കൂട്ടാവേണ്ടതുണ്ട്, നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി, ഈ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ പറ്റി, ഈ ദുനിയാവ് ഇത്ര മനോഹരമായി അള്ളാഹു നമുക്ക് ഒരുക്കി തന്നതിനെ പറ്റി ഒക്കെ നമ്മൾ ചിന്തിച്ചും ആലോചിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ വിധേയപ്പെടാനും വിനയപ്പെടാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അറിഞ്ഞോ അറിയാതെയോ വരുന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ, മറവികൾ എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവയെല്ലാം പൂർത്തീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനസ്സിലിട്ട് നടക്കുന്ന ഒരുപാട് ടെൻഷനുകൾ, പ്രയാസങ്ങൾ, ആകുലതകളുണ്ട്. അതിനെല്ലാം അള്ളാഹു നമുക്ക് പരിഹാരവും അള്ളാഹു എളുപ്പവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. രോഗക്കിടക്കയിൽ കഴിയുന്ന ഒരുപാട്
സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് മുമ്പേ റബ്ബിലേക്ക് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് മടങ്ങിയവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ